കാലിക്കറ്റിൽ നിന്ന് കേരള സർവകലാശാലയിലേക്ക് എത്തുമ്പോൾ KSUവിന്റെ അവസ്ഥ അനിക്സ്പ്രയുടെ പരസ്യം പോലെ ആയിട്ടുണ്ട്. പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. കഴിഞ്ഞ ദിവസം പൂർത്തിയായ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ 202 കോളേജുകൾക്ക് കീഴിൽ 127 കോളേജുകളിലെ യൂണിയൻ SFI പിടിച്ചതിന് പിന്നാലെയാണ് ഇന്നിപ്പോ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ 75 കോളേജുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 65 സീറ്റിലും SFIയുടെ വിജയം. കേരള സർവകലാശാല എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന് പുറമെ പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഉൾപ്പെടുന്ന കോളേജുകളാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ളത്. അവിടങ്ങളിലെ 65 കോളേജുകളിൽ SFIയുടെ ജൈത്രയാത്ര. ഇതെവിടെയാണ് സതീശന്റെ കുട്ടികൾ ഉള്ളത്? കാലിക്കറ്റിലില്ല, കണ്ണൂരിലില്ല. ഇങ്ങ് കേരള സർവകലാശാലയിലേക്ക് വരുമ്പോൾ ആകെ 75-ൽ 10. പാസ് മാർക്കിന് അടുത്ത് പോലും എത്തിയിട്ടില്ല. എന്തൊരു ഗതികേടാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ KSUവിന്റെ വസന്തമാണ്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ നടത്തിയ പ്രത്യേക പഠനോത്സവത്തിന്റെ ദൃശ്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് പുതിയ തന്ത്രവുമായി ക്യാമ്പസുകളിലേക്ക് അമ്മാവൻ അലോഷിയും സംഘവും എത്തിയത്. വിദ്യാർത്ഥികൾ നിലം തൊടിയിക്കാത്ത അവസ്ഥയാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായതെന്ന് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയാണ്. നേരത്തെ നഷ്ടപ്പെട്ടുപോയ പ്രമുഖ കോളേജുകൾ ഉൾപ്പെടെ, അതും മാർവാനീസ് ഉൾപ്പെടെയുള്ള തലപ്പൊക്കമുള്ള കോളേജുകൾ എല്ലാം തിരികെ പിടിച്ചുകൊണ്ട് തലസ്ഥാനത്ത് ആധികാരികമായിട്ടുള്ള വിജയമാണ് SFI നേടിയെടുത്തിരിക്കുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ സംഘപരിവാർ ഭരണകൂടം ഇറങ്ങിത്തിരിച്ച സന്ദർഭത്തിൽ അതിനെതിരെ നിരന്തരം പോരാടിയ SFIയെ ചേർത്ത് നിർത്തുകയും സംഘപരിവാറിനോട് മൃദു സമീപനം സ്വീകരിച്ച KSUവിനെ ചവറ്റുകുട്ടയിലേക്ക് എറിയുന്ന കാഴ്ചയാണ് ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിലൂടെ കാണാനായത്. നിഷ്പക്ഷതയുടെ നിശബ്ദതയല്ല, നിലപാടുകളുടെ സമരമാണ് വിദ്യാർത്ഥിത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കേരള സർവകലാശാലയിൽ ഇക്കുറി SFI തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ മുദ്രാവാക്യം വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. അതിന്റെ ഫലമാണ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള 4 ജില്ലകളിലെ കോളേജിൽ ഉണ്ടായിരിക്കുന്ന SFI തരംഗമെന്ന് പറയേണ്ടി വരികയാണ്. ആ ഫലങ്ങൾ ജില്ല തിരിച്ചിങ്ങനെയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന 34 കോളേജുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 28 കോളേജുകളിലും SFI വിജയിച്ചു. നോമിനേഷൻ പൂർത്തീകരിച്ച സന്ദർഭത്തിൽ തന്നെ 19 കോളേജുകളിൽ ഏകപക്ഷീയമായ വിജയമാണ്. തലസ്ഥാനത്തെ കാട്ടാക്കട ക്രൈസ്റ്റ് നഗർ കോളേജും തിരുവനന്തപുരം മാർവാനീസ് കോളേജും ABVPയിൽ നിന്നും KSUവിൽ നിന്നും SFI തിരിച്ചു പിടിച്ചു എന്നുള്ളതും ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടുന്നുണ്ട്. അത് കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ 18 കോളേജുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 14 ഇടങ്ങളിലും SFIയുടെ തേരോട്ടമാണ്. നേരത്തെ നോമിനേഷൻ പൂർത്തീകരിച്ചപ്പോൾ തന്നെ 10 കോളേജുകളിൽ ഏകപക്ഷീയമായി SFI വിജയിച്ചിരുന്നു. ഇതിനു പുറമെ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജ് KSUവിൽ നിന്നും IHRD കോളേജ്, കൊട്ടാരക്കര SD കോളേജും ഈ കുറുമുന്നണിയിൽ നിന്ന് SFIക്ക് തിരിച്ചു പിടിക്കാനായി എന്നുള്ളതും വലിയ നേട്ടമാണ്. ഒപ്പം SN കോളേജ് AISFൽ നിന്നും SFI തിരിച്ചു പിടിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ സമ്പൂർണ്ണ വിജയമാണ്. 19 കോളേജുകളിൽ 19 SFI മാത്രം. അനിക്സ്പ്രയുടെ പരസ്യം യാഥാർത്ഥ്യമായത് ആലപ്പുഴ ജില്ലയിലാണ്. പൊടി പോലുമില്ല കണ്ടുകിട്ടാനെന്നുള്ള അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായത്. കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അമ്പലപ്പുഴയും കായംകുളം MSM കോളേജും IHRD കോളേജും ഉൾപ്പെടെ ജില്ലയിൽ തിരിച്ചു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. പത്തനംതിട്ട ജില്ലയിൽ നടന്ന 4 കോളേജുകളിൽ മുഴുവൻ കോളേജുകളും SFIക്ക് സമ്പൂർണ്ണ ആധിപത്യം. ഒന്ന് ശ്രദ്ധിക്കുക, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മാങ്ങാണ്ടിയുടെ സ്വന്തം ജില്ലയിൽ പോലും SFI അല്ലാതെ അതിന് മറുപേരില്ലാത്തൊരവസ്ഥ എത്തിയിരിക്കുകയാണ്. കേരള സർവകലാശാലയിൽ നേടിയിരിക്കുന്ന ഈ വിജയം അത് SFIക്ക് നിലപാടുകൾക്ക് വിദ്യാർത്ഥികൾ കൊടുത്ത അംഗീകാരമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ സർവകലാശാല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗവർണർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പല ഇടപെടലുകളും വിദ്യാർത്ഥികൾക്കിടയിൽ SFIയോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചു എന്ന് തെളിയിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കാലിക്കറ്റിലാകട്ടെ, കണ്ണൂരിലാകട്ടെ, MG സർവകലാശാലയിലാകട്ടെ സമ്പൂർണമായിട്ട് SFIക്ക് കുട്ടികൾ പിന്തുണ കൊടുക്കുകയും ABVP ഉൾപ്പെടെയുള്ള പല സംഘടനകളെയും ക്യാമ്പസിൽ നിന്ന് തൂത്തെറിയുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലം തെളിയിക്കുകയാണ്. ക്യാമ്പസുകളിൽ മുഴുവൻ ചുവപ്പൻ വസന്തമാണ്. ഇതിൽ എവിടെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ള UDSF മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പെന്നാണ് അറിയാൻ കഴിയാത്തത്.